നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. പാലക്കാട്ട് കോൺഗ്രസ് SDPI ഭായ് ഭായ് 10,000-ഓളം വോട്ടുകൾ UDFന് നൽകിയെന്ന് സ്ഥിരീകരിച്ച SDPI നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയെന്നും ജില്ലാ സെക്രട്ടറി സഹീർ ചാലപ്പുറം. രാഹുൽ മാങ്കൂട്ടത്തിൽ വെൽഫെയർ പാർട്ടി ഓഫീസിലെത്തിയ ചിത്രങ്ങൾ ജനം TVക്ക്. ഇടതു വലത് മുന്നണികൾക്ക് മതഭീകരരുമായി ബന്ധമെന്ന് K സുരേന്ദ്രൻ. നിരോധിത സംഘടനകൾ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കേരളം മാറിയെന്ന് K സുരേന്ദ്രൻ. വരാനിരിക്കുന്നത് വലിയ വിപത്ത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചയില്ല. രാജി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. ആരുടെയും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി. ജനം തള്ളിക്കളഞ്ഞവർ പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നുവെന്ന് നരേന്ദ്രമോദി. സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തി ഇന്ത്യ സഖ്യം. വഖഫ് ഭേദഗതിയിൽ JPC കാലാവധി നീട്ടണമെന്ന് പ്രതിപക്ഷം. മുനമ്പം റിലേ നിരാഹാര സമരം 44-ാം ദിവസം. സമരം ശക്തമാക്കാൻ സമരസമിതി. V മുരളീധരൻ ഇന്ന് സമരപന്തലിലെത്തും. ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിച്ചുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കും. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ ഊർജിതമാക്കി BJP. ശിവസേന കക്ഷി നേതാവായി ഏക്നാഥ് ഷിൻഡെ. പരാജയം ചർച്ച ചെയ്യാൻ ശിവസേന ഉദ്ധവ് വിഭാഗം യോഗം ഇന്ന്. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തം. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. പത്തനംതിട്ടയിൽ ABVP വിദ്യാഭ്യാസ ബന്ദ്. ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിനരികെ. ഓസ്ട്രേലിയയ്ക്ക് 8 വിക്കറ്റ് നഷ്ടം. വിജയം 300 റൺസ് അകലെ. ബുംറയ്ക്കും സിറാജിനും 3 വിക്കറ്റ് വീതം. നോക്കാം വിശദമായി. നിരോധിത സംഘടനകൾ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് കേരളം മാറിയെന്ന് K സുരേന്ദ്രൻ. വരാനിരിക്കുന്നത് വലിയ വിപത്ത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച ഉണ്ടായിട്ടില്ല. താൻ രാജിവെക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. ദിസ്ന സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ദിസ്ന, വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എവിടേക്കോ ചില വാർത്തകൾ പ്രചരിക്കപ്പെട്ടിരുന്നു. എല്ലാത്തിനും വളരെ വിശദമായ മറുപടിയാണ് K സുരേന്ദ്രൻ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വരുന്ന മണിക്കൂറുകളിലൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള അഭ്യൂഹങ്ങൾ തന്നെയായിരുന്നു BJP നേതൃത്വത്തിനും K സുരേന്ദ്രനും എതിരെയൊക്കെ തന്നെയും മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിച്ചത്. ഈ മാധ്യമ വാർത്തകളെ ഒക്കെ തന്നെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് K സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം നടന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, തന്റെ രാജ്യസന്നദ്ധതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രത്തിന് അത് സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം എന്നത് തന്നെയാണ് BJP K സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും K സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് ഇതൊക്കെ തന്നെയും മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ പരാജയപ്പെടുമ്പോൾ BJPയെ, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയിലെ ഓരോ വ്യക്തികളെയും അധിക്ഷേപിക്കുന്നത് മാധ്യമ സൃഷ്ടിയായി ഉയരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നത് തന്നെയാണ് K സുരേന്ദ്രൻ വളരെ വ്യക്തമായി പറഞ്ഞത്. കൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളൊക്കെ തന്നെയും പല മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു. ഈ വോട്ടുകൾ മറിക്കുന്നതിൽ അല്ലെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞുകൊണ്ട് പല മാധ്യമങ്ങളും അത്തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു വ്യക്തിയല്ല BJPയിലെ സ്ഥാനാർത്ഥിയെ നിർണയിക്കുക എന്നൊരു കാര്യം തന്നെയാണ് K സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് എല്ലാവരും കൂടി എടുക്കുന്ന തീരുമാനമാണ്, നേതൃത്വത്തിന്റെ തീരുമാനമാണ്. BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിൽ വ്യക്തമായ നയമുണ്ട് എന്നത് തന്നെയാണ് K സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം SDPI കൂട്ടുകെട്ട് തന്നെയാണ്. കേരളത്തെ കലാപഭൂമിയാക്കുവാൻ ഇരു മുന്നണികളും ശ്രമിക്കുന്നു എന്നൊരു കാര്യം
അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. ഈ SDPI കൂട്ടുകെട്ട് പാലക്കാട് നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നു. ഇത് സമൂഹത്തിന് വലിയ രീതിയിലുള്ള വിപത്തുണ്ടാക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളിലായി വലിയൊരു രീതിയിൽ BJPയിൽ വലിയൊരു രീതിയിൽ സംഘർഷം ഉണ്ടാവുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയുമാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. പ്രധാനമായും അദ്ദേഹത്തിന്റെ രാജ്യസന്നിധത അറിയിച്ചു. ശോഭാ സുരേന്ദ്രനുമായും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ അഭ്യൂഹങ്ങളെ ഒക്കെ തന്നെയും ഈ വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പരാജയമുണ്ടായി, അതായത് വോട്ടിന്റെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കും. ബൂത്ത് തലത്തിൽ കാര്യമായി പ്രവർത്തകരെ ഒക്കെ വെച്ച് വലിയൊരു രീതിയിലുള്ള പരിശോധനയുണ്ടാവും. വലിയൊരു രീതിയിലുള്ള ഒരു പരിശോധന ഉണ്ടായി. എന്നാൽ വയനാടിൽ വോട്ട് വിഹിതം വർദ്ധിക്കുകയുണ്ടായി. അത്തരത്തിൽ വോട്ട് ശതമാനം വർദ്ധിക്കുവാൻ സാധിച്ചു. എന്നാൽ മഹാരാഷ്ട്രയിലെ വിജയം ഒന്നും തന്നെ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല എന്നൊരു കാര്യവും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞിരുന്നത് നിരോധിത സംഘടനയുമായി ഇരു മുന്നണികളും നടത്തുന്ന കൂട്ടുകെട്ട്, പ്രധാനമായും UDFന്റെ കൂട്ടുകെട്ടിനെയാണ് പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ളത്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു വിജയം തന്നെയാണ് പാലക്കാട് ഉണ്ടായിട്ടുള്ളത്. അതിനെ ശരിവെക്കുന്ന പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തെ ഒരു കലാപഭൂമിയാക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് തന്നെയാണ് ഈ ഇരു മുന്നണികളും നടത്തുന്നത് എന്നൊരു കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ രാജിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അത് കേന്ദ്ര നേതൃത്വമാണ് അതിന് തീരുമാനമെടുക്കേണ്ടത്. താൻ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നൊരു കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. ബാക്കിയൊക്കെ തന്നെ ഈ മാധ്യമ സൃഷ്ടിയാണ് ഒരു കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വീണ, അതേസമയം പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഉയർന്ന വാർത്തകളോടുള്ള പ്രതികരണം എന്താണ്? തീർച്ചയായും പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് BJPക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ അതിന് BJPയുടേതായ നയങ്ങളുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ നയം അനുസരിച്ച് എല്ലാ നേതൃത്വത്തെയും അറിയിച്ച് അതിനൊരു ചുമതല വഹിക്കുന്ന ഒരാളുണ്ടാവും. അദ്ദേഹത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് എല്ലാ നേതൃത്വത്തെയും അത് അറിയിച്ചതിന് ശേഷമാണ് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത് എന്നൊരു കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ യാതൊരു പാളിച്ചയും ഉണ്ടായിട്ടില്ല. അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെയൊക്കെ തന്നെയും നിഷ്പക്ഷമായി അദ്ദേഹം തള്ളിക്കളയുന്ന ഒരു രംഗം തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഈ ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിൽ വോട്ടുകൾ മറച്ചു എന്ന തരത്തിലൊക്കെ തന്നെ ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. അതിനെയൊക്കെ തന്നെയും അദ്ദേഹം വിമർശിച്ചു. ശോഭാ സുരേന്ദ്രൻ നല്ലൊരു പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറെ പിന്തുണച്ചത് അവർ തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ഈ കെ സുരേന്ദ്രൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന അഭ്യൂഹങ്ങളൊക്കെ തന്നെയും ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വരുന്നതാണ്. എന്നാൽ BJPയെ മാത്രം ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കും, അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്ന് തന്നെയാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വീണ, ഈ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് SDPI വോട്ടുമായി ബന്ധപ്പെട്ട ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച വലിയ രീതിയിൽ വ്യാപകമായ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. അതായത് ഒരു മതവിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രചാരണങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രീതിയിലുള്ള ആപത്തിലേക്കാണ് ഇനി വരും കാലങ്ങളിൽ പോവുക. അതൊരു മുന്നറിയിപ്പായി കണക്കാക്കണം എന്നൊരു കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്കെതിരെ വരുന്ന അഭ്യൂഹങ്ങളെയൊക്കെ തന്നെ വലിയ രീതിയിൽ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം. ശരി ദിസ്ന. പാലക്കാട്ട് 10,000-ഓളം വോട്ടുകൾ UDFന് നൽകി എന്ന് SDPIയുടെ സ്ഥിരീകരണം. SDPI ജില്ലാ സെക്രട്ടറി സഹീർ ചാലപ്പുറം വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തിൽ SDPI വോട്ടുകൾ നിർണായകമായിട്ടുണ്ട്. UDF നേതൃത്വവുമായി ചർച്ചകൾ നടന്നിരുന്നുവെന്നും SDPI പറയുന്നു. പാലക്കാട് മണ്ഡലത്തിലെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണോ അവിടെ മുൻതൂക്കമുള്ളത് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ളൊരു തീരുമാനമായിരുന്നു, ആ ഒരു നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത്. പാർട്ടിയുടെ ആഹ്വാനപ്രകാരം പാലക്കാട്ടെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണോ കൂടുതൽ സ്വാധീനമുള്ളത് എന്നുള്ള നിലക്ക് UDFന്റെ വൻ വിജയത്തിന് കാരണമാവുകയും ചെയ്തു. 180 ബൂത്തുകളിൽ 128ഓളം ബൂത്തുകളിൽ പാർട്ടിക്ക് സ്വാധീനമുണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ. പാലക്കാട് കോൺഗ്രസ് SDPIയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും പ്രവർത്തിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത്. വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ ഉൾപ്പെടെ ചെന്നാണ് രാഹുൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ കണ്ടിരിക്കുന്നത്.
വിക്ടോറിയ കോളേജിന് സമീപത്തുള്ള പഴയ കോട്ട ഹനഫി ജുമാ മസ്ജിദ് പള്ളിക്ക് മുൻപിൽ നിന്ന് രാഹുലിനൊപ്പം SDPA-ക്കാരെടുത്ത ചിത്രത്തിലാണ് കയ്യിൽ ലഘുലേഖയും കാണുന്നത്. അരുൺ ആലത്തൂർ ചേർന്ന വിവരങ്ങളുമായി. അരുൺ, ഇതാദ്യമേ തന്നെ പ്രചരിക്കപ്പെട്ടിരുന്നതാണ്. അന്ന് ആര് വോട്ട് തന്നാലും സ്വീകരിക്കും എന്നുള്ളതല്ലാതെ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നോ ധാരണയുണ്ടെന്നോ ഉള്ള ഒരു കാര്യവും തുറന്നു പറഞ്ഞിരുന്നില്ല നേതാക്കൾ. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ചിത്രങ്ങൾ എല്ലാം വ്യക്തമായി പറയുന്നു. ഓക്കെ, ശരി, അരുണിലേക്ക് വരാം. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വിജയത്തിൽ ആദ്യം വിജയാഹ്ലാദം നടത്തിയത് SDPI ആണെന്ന മന്ത്രി MP രാജേഷ്. എന്തുകൊണ്ട് UDF SDPയെ തള്ളിപ്പറഞ്ഞില്ല? UDF SDPയുടെ തടവിലാണ്. മതനിരപേക്ഷ കേരളത്തിനുള്ള മുന്നറിയിപ്പാണ് പാലക്കാട് നടന്നതെന്നും MP രാജേഷ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആദ്യത്തെ വിജയാഹ്ലാദം നടത്തിയത് SDPI ആണ് എന്നതാണ്. അത് മതനിരപേക്ഷ കേരളത്തിനാകെയുള്ള ഒരു മുന്നറിയിപ്പാണ്. ആ SDPI ഞങ്ങളാണ് വിജയിപ്പിച്ചത് എന്ന് അവകാശപ്പെടുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ എന്താണ് ഒരു UDF നേതാവിനും നാവ് പൊങ്ങാത്തത്? അതിനെ തള്ളിപ്പറയാൻ കഴിയാത്ത വിധത്തിൽ SDPയുടെ തടവിലായി UDF എന്നല്ലേ അത് കാണിക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയത് അത് പറയണ്ടേ അവര്? ഇത് ഞങ്ങളുടെ വിജയമാണ്, ഞങ്ങളുടെ വിജയത്തിൽ ഒരു മതതീവ്രവാദ സംഘടനയും അവകാശവാദം ഉന്നയിക്കരുത്, നിങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? അത് കേരളം ചർച്ച ചെയ്യും, കേരളം കാണുന്നുണ്ടത്. പ്രതിപക്ഷത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനം തള്ളിക്കളഞ്ഞവർ പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നു, സഭ തടസ്സപ്പെടുത്തുന്നവർക്ക് ജനപിന്തുണയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ശൈത്യകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചത്. രാജ്യത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ ചിലർ സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടതായി പ്രധാനമന്ത്രി പ്രതികരിച്ചു. പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നത് മൂലം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നത് യുവ MP-മാരാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. दुर्भाग्य से कुछ लोगों ने अपने राजनीतिक स्वार्थ के लिए जिनको जनता ने अस्वीकार किया है, वे संसद को भी मुट्ठी भर लोगों के हुड़दंगबाजी से कंट्रोल करने का लगातार प्रयास कर रहे हैं. ഈ സമ്മേളനം ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ്. ഭരണഘടനയുടെ 75ാം വാർഷികത്തിനിടയിലാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത്. ലോകം ഉറ്റുനോക്കുന്ന വികസിത ഭാരതവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സഭയിൽ നടത്തേണ്ടതെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി. പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിന് തുടക്കമായി. ആദ്യ ദിനം തന്നെ പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. ലോക്സഭയും രാജ്യസഭയും ബുധനാഴ്ച വരെ പിരിഞ്ഞു. വഖഫ് ബിൽ JPC കാലാവധി നീട്ടണമെന്ന് പ്രതിപക്ഷം ആവശ്യമുന്നയിച്ച് സ്പീക്കറെ കണ്ട് കത്ത് നൽകി. JPCയിലെ പ്രതിപക്ഷ അംഗങ്ങളാണ് കത്ത് നൽകിയത്. മുനമ്പം റിലേ നിരാഹാര സമരം 44ാം ദിവസത്തിലേക്ക്. വഖഫ് അധിനിവേശത്തിനെതിരെ സമരം ചെയ്യുന്നവർക്ക് പിന്തുണയുമായി BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ ഇന്ന് വൈകിട്ട് 4-ന് സമരപന്തലിലെത്തും. വഖഫ് ആക്ടിന്റെ വിവിധ വകുപ്പുകൾ എഴുതിയ കോലം കടലിൽ കെട്ടിത്താഴ്ത്തിയും ഇന്നലെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 13-നാണ് മുനമ്പം തീരദേശ ജനത വഖഫ് അധിനിവേശത്തിനെതിരെ റിലേ നിരാഹാര സമരം ആരംഭിച്ചത്. സർക്കാർ ഉന്നതതല യോഗം ചേർന്ന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചെങ്കിലും മുനമ്പംകാർ സമരത്തിൽ നിന്നും പിന്നോട്ട് പോയില്ല. വഖഫ് ബോർഡിന്റെ ആസ്തി രജിസ്റ്ററിൽ നിന്നും ഭൂമി വിട്ടുകിട്ടും വരെ സമരം തുടരുമെന്നാണ് തീരദേശ ജനതയുടെ നിലപാട്. സമരത്തിന്റെ ഭാഗമായി വഖഫ് ആക്ടിന്റെ വിവിധ വകുപ്പുകൾ എഴുതിയ കോലം കടലിൽ കെട്ടിത്താഴ്ത്തിയും ഇന്നലെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കുട്ടികളും സ്ത്രീകളും അടക്കം നൂറുകണക്കിന് പേർ മുനമ്പം വേളാങ്കണ്ണിപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് ബീച്ചിൽ അവസാനിച്ച റാലിയിൽ പങ്കെടുത്തിരുന്നു. മുനമ്പത്തെ വഖഫ് അധിനിവേശത്തിനെതിരെ സമരം ചെയ്യുന്നവർക്ക് പിന്തുണയുമായി BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ ഇന്ന് വൈകിട്ട് 4-ന് സമരപ്പന്തലിലെത്തും. ഭൂമിയിന്മേൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചതോടെ 610 കുടുംബങ്ങളാണ് മുനമ്പത്ത് കിടപ്പാടം നഷ്ടമാകുമെന്ന ഭീതിയിൽ കഴിയുന്നത്. ജനം, കൊച്ചി. മഹാരാഷ്ട്രയിലെ തോൽവി അംഗീകരിക്കാനാകാതെ പ്രതിപക്ഷ മുന്നണി. പേപ്പർ ബാലറ്റിലൂടെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി ശിവസേന ഉദ്ധവ് വിഭാഗം രംഗത്തെത്തി.
അതേസമയം മഹാരാഷ്ട്രയിലുണ്ടായ കനത്ത പരാജയത്തിൽ മുന്നണിക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും ഉള്ളിൽ പോര് കടുക്കുകയാണ്. വയനാട്ടിലെ വോട്ട് ചോർച്ച LDF യോഗത്തിൽ ചർച്ചയാക്കാൻ CPI. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ CPM സജീവമാകാത്തതും ഉന്നയിക്കും. ദയനീയ പരാജയത്തിൽ CPI നേതൃത്വത്തിനെതിരെ പാർട്ടിയിൽ അതൃപ്തി രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് നീക്കം. വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ CPIയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ മത്സരിക്കാനിറക്കുമ്പോൾ പാലിക്കേണ്ട ജാഗ്രത സംസ്ഥാന നേതൃത്വത്തിനുണ്ടായില്ലെന്നാണ് പ്രധാന വിമർശനം. CPM വയനാടിനെ അവഗണിച്ചതിന് കാരണം നേതൃത്വത്തിന്റെ പോരായ്മയാണെന്നാണ് ബിനോയ് വിശ്വത്തെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങളുടെ കാതൽ. പാർട്ടിയിലെ പടയൊരുക്കം മുളയിലെ നുള്ളാനാണ് വയനാട്ടിലെ വോട്ട് ചോർച്ചയും പ്രചരണത്തിൽ CPM സജീവമല്ലാതിരുന്നതും LDF യോഗത്തിൽ ഉന്നയിക്കാൻ CPI സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. നിറം മങ്ങിയ പ്രചാരണ പരിപാടികൾ, മുഖ്യമന്ത്രിയുടെ പ്രചരണ യോഗത്തിൽ ആളില്ലാതിരുന്നത്, P ജയരാജൻ ഒഴിച്ചുള്ള സംസ്ഥാന നേതാക്കളുടെ അസാന്നിധ്യം, ഗൃഹസമ്പർക്കങ്ങളിലെ വീഴ്ചകൾ, CPM പാർട്ടി സംവിധാനം സമ്മേളനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തുടങ്ങി വയനാട്ടിലെ പ്രചരണത്തിലുണ്ടായ പാളിച്ചകൾ അക്കമിട്ട് നിരത്തിയുള്ള വിമർശനത്തിനും CPI മടിക്കില്ല. വയനാട്ടിൽ തോൽവി ഉറപ്പിച്ചതാണെങ്കിലും ഇത്രയും കനത്ത പരാജയം CPIക്കുണ്ടായത് വലിയ മാനക്കേട് തന്നെയാണ്. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിലും കൗൺസിലിലും വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് വിഷയം LDFൽ ചർച്ചയാക്കാനുള്ള നീക്കം. ജനം, തിരുവനന്തപുരം. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ വിമർശിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. തന്റെ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ. രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ രാഷ്ട്രീയ നേതാക്കളെയാണ് വിമർശിച്ചതെന്നും PMA സലാം സൂചിപ്പിച്ചു. സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചു വരികയാണ്. അത് തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നിലവിലെ വിവാദമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയുന്നു, ഞാനിത് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്ക്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വാർത്ത ഇന്നലെ മുതൽ എടുത്തിട്ടത്? എൻ്റെ പ്രസ്താവന കൂടെ ഇട്. എന്നിട്ട് പറയൂ, ഇതിൽ ഇദ്ദേഹത്തെ പറഞ്ഞിരിക്കുന്നു, ഏതെങ്കിലും ഒരു മത നേതാവിനെ പറഞ്ഞിരിക്കുന്നു. ഞാൻ രാഷ്ട്രീയക്കാരനാണ്. രാഷ്ട്രീയ പാർട്ടികളാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിച്ചത്. അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും പറയുന്നത് അതിൽ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെയോ മറ്റേതെങ്കിലും മത നേതാവിനെയോ ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ തെരഞ്ഞെടുപ്പ് പങ്കാളികളല്ല. വോട്ടെടുപ്പിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്നിട്ടില്ല. അവിടെ ഞങ്ങളെ സ്ഥാനാർത്ഥിയെ സാദിഖലി തങ്ങൾ സ്പോൺസർ ചെയ്യുന്നു, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പിണറായി വിജയൻ സ്പോൺസർ ചെയ്യുന്നു. അത് രണ്ടും തമ്മിലാണ് പറഞ്ഞത്. അത് ആർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ? സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പ്രതിസന്ധിയിലായി സംസ്ഥാന സർക്കാർ. CPIയും വനവകുപ്പും എതിർപ്പ് ശക്തമാക്കുന്നതാണ് ആശങ്കയ്ക്ക് കാരണം. തിരിച്ചടിയേറ്റത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി സ്വന്തം പേരിൽ നടപ്പിലാക്കാനുള്ള നീക്കത്തിനാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങളെ എതിർത്തു തോൽപ്പിക്കുക, പിന്നീട് അധികാരത്തിൽ വരുമ്പോൾ അതേ പദ്ധതികൾ നടപ്പിലാക്കി ന്യായീകരിക്കുക. CPM പിന്തുടർന്ന ഈ മാതൃക തന്നെയാണ് സീപ്ലെയിൻ പദ്ധതിയിലും ഉണ്ടായത്. ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഹ്രസ്വദൂര വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഉഡാൻ പദ്ധതി പ്രകാരമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലവിമാന പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ കേരളത്തിൽ പതിവ് പോലെ പേരുമാറ്റി നവകേരള പ്ലെയിൻ പദ്ധതി അവതരിപ്പിച്ച് ടൂറിസം വകുപ്പിന് പേരെടുക്കാനായിരുന്നു നീക്കം. എന്നാൽ 10 വർഷം മുമ്പത്തെ നിലപാടിൽ നിന്ന് മുന്നണിയിലെ രണ്ടാമനായ CPI പിന്നോട്ട് പോകാൻ തയ്യാറാകാത്തത് സർക്കാരിനെ വെട്ടിലാക്കി. നിലപാട് മാറാൻ കാരണമെന്തെന്നാണ് CPI ചോദിക്കുന്നത്. ഇനിയിപ്പോൾ കാര്യങ്ങൾ LDFൽ ചർച്ച ചെയ്തിട്ട് മതിയെന്നും CPI നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഡാമുകളിൽ നിന്ന് ഡാമുകളിലേക്കാണ് വിമാനം സർവീസ് നടത്തുന്നതെന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിശദീകരണവും CPIക്ക് ബോധിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സീപ്ലെയിൻ പദ്ധതിക്കെതിരെ സമരപരിപാടിയിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് CPI തൊഴിലാളി സംഘടനയായ AITUC. പദ്ധതിക്കെതിരെ AITUCയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും ആരംഭിച്ചു. സീപ്ലെയിൻ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുമെന്ന് പ്രചരിപ്പിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മത്സ്യത്തൊഴിലാളികളെ ഇളക്കിവിട്ടതും ഇപ്പോൾ CPMനെ തിരിച്ചുകുത്തുന്നുണ്ട്. അതേ ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുമ്പോൾ പാർട്ടിക്ക് മറുപടിയില്ലെന്നതാണ് യാഥാർത്ഥ്യം. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വനം വകുപ്പിന്റെ എതിർപ്പും പദ്ധതി നടപ്പിലാക്കുന്നതിൽ സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. 2026 പാലക്കാടും മറ്റ് നിരവധി നിയമസഭാ സീറ്റുകളും BJP നേടുമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ പ്രകാശ് ജാവ്ദേക്കർ. കേരളത്തിൽ BJP മികച്ച പോരാട്ടമാണ് നടത്തിയത്. ജനങ്ങൾ BJPയിൽ പ്രതീക്ഷ വയ്ക്കുന്നതായും കേരള രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കാൻ BJPക്കാകുമെന്നും BJPയുടെ കേരളത്തിന്റെ പ്രഭാരി കൂടിയായ പ്രകാശ് ജാവ്ദേക്കർ എക്സിൽ കുറിച്ചു. ഇടത് വലതു മുന്നണികൾ കുപ്രചരണം നടത്തുന്നത് പോലെ പാർട്ടിയിൽ നിന്നും ആരും ഒരു സ്ഥാനത്ത് നിന്നും രാജിവെക്കേണ്ടതിന് ആവശ്യമില്ലെന്നും അംഗത്വയജ്ഞം സുശക്തമായി മുന്നോട്ട് പോവുകയാണെന്നും പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കി. ചേവായൂർ സഹകരണ ബാങ്ക് ഭരണസമിതിക്ക് നയപരമായ തീരുമാനമെടുക്കാൻ വിലക്കില്ല.
നയപരമായ തീരുമാനമെടുക്കുന്നത് വിലക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നയപരമായ തീരുമാനമെടുക്കുന്നത് ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരായ 11 കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ആവശ്യമാണ് തള്ളിയത്. ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചു. സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാൻ മാറ്റി. ശരണമെൻ്റയ്യപ്പ. ശരണമെൻ്റയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം എവിയെ കോ പവർഡ് ബൈ ഇനിയെന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി റിച്ച് ആൻഡ് സോഫ്റ്റ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ് ഇൻ അസോസിയേഷൻ വിത്ത് GDS സുബാസന അഗർബത്തീസ്. ഇനി ആനന്ദം നിറയട്ടെ ഓരോ ആരംഭത്തിലും. മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ഓർക്കിഡ് പുഷ്പാലങ്കാരം പാടില്ലെന്ന് ഹൈക്കോടതി. ട്രക്കിംഗ് പാതയിൽ ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ഡ്യൂട്ടി മജിസ്ട്രേറ്റ്, ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ എന്നിവർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. അപ്പം അരവണ വിഷയത്തിൽ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയെ ഹൈക്കോടതി സ്വമേധയാ കക്ഷി ചേർത്തു. അതിനിടെ കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിറ്റ കടകൾക്ക് പിഴ ചുമത്തിയതായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിച്ചു. വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ കോടതി ഡ്യൂട്ടി മജിസ്ട്രേറ്റിനും ചീഫ് വിജിലൻസ് ഓഫീസർക്കും നിർദ്ദേശം നൽകി. ശബരിമലയിൽ 2ാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് ചുമതലയേറ്റു. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുക, രഹസ്യാന്വേഷണം, ബോംബ് സ്ക്വാഡ് തുടങ്ങിയ ചുമതലകൾക്കായി നിയോഗിക്കപ്പെട്ടിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്പെഷ്യൽ ഓഫീസർ SP KE ബൈജു ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഡിസംബർ 6 വരെ 12 ദിവസമാണ് ബാച്ചിന് ഡ്യൂട്ടി. 8 ഡിവൈഎസ്പിമാരുടെ കീഴിൽ 8 ഡിവിഷനുകളിലായാണ് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുള്ളത്. 3 ഷിഫ്റ്റായി തിരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരണം. ശബരിമലയിലെ ഏറ്റവും സുപ്രധാനമായ വഴിപാടുകളിലൊന്നാണ് പുഷ്പാഭിഷേകം. അഭിഷേകപ്രിയനായ അയ്യപ്പന് 8 ഇനം പൂക്കളാൽ ഒരുക്കുന്ന അർച്ചന. വൈകിട്ട് ദീപാരാധന കഴിയുന്നതോടെയാണ് അയ്യപ്പ വിഗ്രഹത്തിൽ പൂക്കളാൽ അഭിഷേകം നടക്കുക. നെയ്യഭിഷേകവും കളഭാഭിഷേകവും പോലെ അയ്യപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകളിലൊന്ന് പുഷ്പാഭിഷേകമാണെന്നാണ് വിശ്വാസം. അരളി, താമര, ജമന്തി തുടങ്ങി 8 ഇനം പൂക്കളാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. ദീപാരാധന കഴിഞ്ഞ് 7 മണിയോടെ പുഷ്പാഭിഷേകം തുടങ്ങും. അത്താഴപൂജയ്ക്ക് തൊട്ടു മുൻപ് വരെ അഭിഷേകം തുടരും. നിരവധി ഭക്തരാണ് അയ്യന് പുഷ്പാഭിഷേക വഴിപാടുമായി ശബരീശ സന്നിധിയിലെത്തുന്നത്. അയ്യപ്പന് പൂക്കൾ അർപ്പിക്കുന്നതിലൂടെ ആഗ്രഹ സാഫല്യമുണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ശബരിമലയിലെ ഒരു പ്രത്യേക വഴിപാട് തന്നെയാണ് പുഷ്പാഭിഷേകം. ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു വഴിപാടാണ് പുഷ്പാഭിഷേകം. പടുപൂജ മുതലായ കാര്യങ്ങളൊക്കെ ഒരുപാട് നാളത്തെ ബുക്കിങ്ങിന് ശേഷമേ കിട്ടുകയുള്ളൂ. പുഷ്പാഭിഷേകം നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു വഴിപാട് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ എന്തെങ്കിലും ഒരു വഴിപാട് ഭഗവാന് നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി വരുന്നതാണ്. അപ്പോൾ ഈ പുഷ്പാഭിഷേകം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു അഭിഷേകം തന്നെയാണ് പുഷ്പാഭിഷേകം. പുഷ്പം കൊണ്ട് വിവിധ തരത്തിലുള്ള 8 തരം പുഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തി കർപ്പൂര ദീപാരാധനയെ നടത്തുന്ന ഒരു മഹത്തായ ഒരു വഴിപാട് തന്നെയാണ്. 12,500 രൂപയാണ് വഴിപാട് നിരക്ക്.
വഴിപാട് നടത്തുന്ന ഭക്തർക്കായി കൂടകളിൽ പൂവും ഖാരവും ലഭിക്കും. ഇതുമായി ശ്രീകോവിലിന് മുന്നിലെത്തി തിരക്കുകൂടാതെ അഭിഷേക ദർശനം നടത്താം. മണ്ഡലകാലത്തിന് പുറമെ മാസപൂജയ്ക്കും പുഷ്പാഭിഷേകമുണ്ടാകും. പൂക്കളോടൊപ്പം ഏലക്കമാല, രാമച്ചമാല, കിരീടം എന്നിവയും ഭക്തർക്ക് സമർപ്പിക്കാവുന്നതാണ്. ജനം സന്നിധാനം. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ 3 പ്രതികളെയും ഈ മാസം 27 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. പ്രതികളായ അക്ഷിത, അലീന, അഞ്ജന എന്നിവരെ കോടതിയിൽ ഹാജരാക്കി. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് വിവരങ്ങൾ? വീണ, പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരശേഖരണം ആവശ്യമുണ്ട്. മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പ്രതികളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ആവശ്യമായിരുന്നു കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് പ്രധാനമായും കോടതിയെ അറിയിച്ചത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 3 ദിവസത്തേക്കാണ് പ്രതികളെ 3 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവരെ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും. ഇനി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. 27-ാം തീയതി രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. ഈ മാസം ഡിസംബർ 5 വരെയാണ് 14 ദിവസത്തേക്ക് കോടതി ഇവരെ റിമാൻഡ് ചെയ്തിരുന്നത്. കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലായിരുന്ന പ്രതികളെ ഇന്ന് രാവിലെ കോടതിയിലേക്ക് എത്തിച്ചു. തുടർന്നാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 3 ദിവസത്തെ കാലാവധിയിൽ 27-ാം തീയതി രാവിലെ 11 മണി വരെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, ഒപ്പം തന്നെ കൂടുതൽ ആളുകളുടെ ചോദ്യം ചെയ്യൽ ഒക്കെ ഉണ്ടാകും. കൂടുതൽ ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ ഈ മൊഴികളുമായി ചേർത്ത് വെച്ചുകൊണ്ട് പ്രതികളുടെ ചോദ്യം ചെയ്യലുകളും നടക്കും. ഒപ്പം തന്നെ ഈ 3 പ്രതികളിൽ ഒരാളുടെ ലോഗ് ബുക്ക് കാണാതായ സംഭവത്തിൽ ദുരൂഹത തുടരുന്നുണ്ട് എന്നാണ് കോടതിയിൽ പോലീസ് നേരത്തെ ഇവരെ ഹാജരാക്കിയപ്പോൾ അറിയിച്ചിരുന്നത്. ഈ സംഭവത്തിന്റെ കൃത്യത പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഈ ഫോണുകളിലടക്കം, പ്രതികളുടെ മൊബൈൽ ഫോണുകളിലടക്കം തെളിവുകൾ ഇനിയും അവശേഷിക്കുന്നുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ആയിരിക്കും ഉണ്ടാവുക. ഒപ്പം കുടുംബം കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണം എന്നുള്ള ആവശ്യവും പോലീസിന് നേരെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആശുപത്രിക്കെതിരെ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഉണ്ടാവുക. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവരെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും. തുടർന്നുള്ള ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യൽ. ഒപ്പം ABVP ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന വിദ്യാഭ്യാസ ബന്ദ് പൂർണ്ണമായിട്ട് തുടരുകയാണ്. ജുഡീഷ്യൽ അന്വേഷണമാണ് ABVP ആവശ്യപ്പെടുന്നത്. ഈ ചികിത്സാ പിഴവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ABVP ഉന്നയിക്കുന്നുണ്ട്. കുടുംബം ആരോപണം ഉന്നയിച്ച വിഷയം തന്നെയാണ് ഇത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അമ്മുവിനെ കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ABVPയുടെ ആരോപണം. ആശുപത്രി ഉൾപ്പെടെ പരിധിയിൽ വരുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് ABVP ഈ വിഷയത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തത്. വീണ. ഓക്കെ, ശരി മിഥുൻ. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ABVP വിദ്യാഭ്യാസ ബന്ദ് നടത്തി. നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്നും ABVP ആരോപിക്കുന്നു. അതേസമയം അറസ്റ്റിലായ പ്രതികളെ പത്തനംതിട്ട ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കളമശ്ശേരിയിലെ വീട്ടമ്മയുടെ കൊലപാതകത്തിൽ പ്രതി ഗിരീഷ് ബാബു പിടിയിൽ. കൊല്ലപ്പെട്ട ജെയ്സി എബ്രഹാമിന്റെ പരിചയക്കാരനാണ് ഗിരീഷ്. ജെയ്സിയുടെ സ്വർണവും പണവും മോഷ്ടിക്കാനായിരുന്നു കൊലപാതകം. പ്രതിയുടെ സുഹൃത്തും പിടിയിൽ. വനിതാ സുഹൃത്ത് ഖദീജയാണ് പിടിയിലായത്. കാക്കനാട് സ്വദേശിയാണ് ഗിരീഷ്. കിരൺ കുമാർ ചേരുന്ന വിവരങ്ങളുമായി. കിരൺ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്? വീണ, കളമശ്ശേരിയിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരിയായിരുന്ന ജെയ്സിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഗിരീഷ് ബാബു ഒപ്പം ഖദീജ എന്നീ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ സംഭവം നടന്ന് ഏകദേശം ഒരാഴ്ചയോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലായിരുന്നു പ്രതികളെ ഇന്നലെ പിടികൂടാൻ കഴിഞ്ഞത്. ഈ കഴിഞ്ഞ 17-ാം തീയതി ഞായറാഴ്ചയായിരുന്നു ഈ ജെയ്സിയെ ഇവരുടെ വീട്ടിലെത്തിയ ഗിരീഷ് ബാബു കൊലപ്പെടുത്തിയത്. ഈ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഗിരീഷ് ബാബു ഈ ജെയ്സിയുടെ കയ്യിൽ സ്വർണവും പണവും ഉണ്ട് എന്ന ധാരണയിൽ തന്നെ ഇവരെ കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇവരുടെ വീട്ടിലെത്തി കൊലപാതകം നടത്തുകയും പിന്നീട് മോഷണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ പ്രതികൾ 2 പേരും ഏകദേശം 2 മാസത്തോളം നീണ്ടുനിന്ന ഗൂഢാലോചനകൾക്ക് ശേഷമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഗിരീഷ് ബാബു ഇവരുടെ അപ്പാർട്ട്മെന്റിൽ എത്തുകയും പിന്നീട് ജെയ്സിയുമൊത്ത് മദ്യപിക്കുകയും ചെയ്തിരുന്നു. മദ്യപിച്ചു കൊണ്ടിരിക്കെ കട്ടിലിൽ കിടന്ന ജെയ്സിയെ ഗിരീഷ് ബാബു കയ്യിൽ കരുതിയിരുന്ന
ഡമ്പൽ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കൂടാതെ തന്നെ ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇവരുടെ മൃതദേഹം വലിച്ചിഴച്ച് ബാത്റൂമിൽ കൊണ്ട് ഇടുകയും. ഓക്കെ, ശരി കിരൺ. കായിക വാർത്തകൾ. പെർത്ത് ടെസ്റ്റിൽ ഇന്ത്യക്ക് ജയം. ഓസ്ട്രേലിയയെ തകർത്തത് 295 റൺസിന്. പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ വിജയം? വീണ, തീർച്ചയായും ആധികാരികമായ ജയം എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ആദ്യ ഇന്നിംഗ്സിൽ 150 റൺസ് എന്ന സ്കോറിന് തകർന്നടിഞ്ഞ ഇന്ത്യ പിന്നീട് ഇങ്ങോട്ട് കളിയിൽ വളരെ വലിയൊരു മികച്ചൊരു തിരിച്ചുവരവ് തന്നെ നടത്തിയെന്ന് പറയാൻ സാധിക്കും. കാരണം ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയെ 104 പുറത്താക്കുന്നു. അതിനുശേഷം ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് സ്കോർ 487 എന്നൊരു വലിയ സ്കോർ അടിച്ചു കൂട്ടുന്നു. 500 മുകളിൽ ലീഡ് ഓസ്റ്റിന് മുമ്പിൽ വിജയലക്ഷ്യം 534 റൺസ് എന്നൊരു വലിയ വിജയലക്ഷ്യം ഓസ്ട്രേലിയക്ക് മുന്നിലേക്ക് ഇന്ത്യ വെക്കുന്നു. ഇന്ത്യയുടെ ബാറ്റർമാർ മികച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ടാം ഇന്നിംഗ്സിൽ വലിയൊരു സ്കോർ, വലിയൊരു വിജയലക്ഷ്യം തന്നെ ഓസ്ട്രേലിയയുടെ മുന്നിലേക്ക് വെച്ചു എന്നുള്ളത് തന്നെ പറയാൻ സാധിക്കും. പിന്നീട് അത് പിന്തുടർന്ന ഓസ്ട്രേലിയ ബാറ്റിംഗ് നിര ഇന്ത്യൻ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ കൂടാരം കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. രണ്ടാം ഇന്നിംഗ്സിലേക്ക് വന്നാൽ ഇന്നലെ തന്നെ ആദ്യത്തെ 3 വിക്കറ്റുകൾ ഓസ്ട്രേലിയക്ക് നഷ്ടമായിരുന്നു. അതായത് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ തന്നെ ആദ്യത്തെ 3 വിക്കറ്റുകൾ, വളരെ ചെറിയ റൺസിൽ തന്നെ 3 വിക്കറ്റുകൾ നഷ്ടമാകുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ മത്സരം തുടങ്ങിയപ്പോഴും കാര്യം വ്യത്യസ്തമായിരുന്നില്ല. ഇന്ത്യൻ ബൗളർമാർ ഓസീസിനെ വരിഞ്ഞു മുറുക്കുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിച്ചു. ജസ്പ്രീത് ബുംറ 3 വിക്കറ്റും മുഹമ്മദ് സിറാജ് 3 വിക്കറ്റും, ഇരുവരും 3-3 6 വിക്കറ്റുകൾ ഇരുവരും ചേർന്ന് സ്വന്തമാക്കുന്നൊരു കാഴ്ച. ഒപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റും ഹർഷിത് റാണയും നിതീഷ് കുമാർ റെഡ്ഡിയും ഓരോ വിക്കറ്റുകളും വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ ജയം, സമ്പൂർണ്ണമായ ഒരു വിജയം, ആധികാരികമായ ഒരു ജയം തന്നെ ഇന്ത്യക്ക് സമ്മാനിക്കുകയായിരുന്നു. ഇനി ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിരയിലേക്ക് വന്നാൽ ട്രാവിസ് ഹെഡും ഒപ്പം തന്നെ മിച്ചൽ മാർഷും മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. ഹെഡ് 101 പന്തിൽ നിന്നും 89 റൺസ് എടുത്ത് ട്രാവിസ് ഹെഡ് പുറത്തായി. ഹെഡിനെ ബുംറ പുറത്താക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒപ്പം തന്നെ മിച്ചൽ മാർഷിനെ 67 പന്തിൽ 47 റൺസ് എടുത്ത മിച്ചൽ മാർഷിനെ നിതീഷ് കുമാർ റെഡ്ഡിയും പുറത്താക്കുന്ന ഒരു കാഴ്ച. ഈ 2 താരങ്ങൾ മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനമെങ്കിലും ഓസ്ട്രേലിയൻ നിരയിൽ കാഴ്ചവെച്ചത് എന്ന് പറയാൻ സാധിക്കും. ഇന്ത്യയുടെ ഒരു ആധികാരിക ജയം. ഒപ്പം തന്നെ ഓസ്ട്രേലിയയിൽ മറ്റൊരു വിജയം കൂടി ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ അവസാന 4 ടെസ്റ്റ് എടുത്താൽ 4 ടെസ്റ്റിലും ഓസ്ട്രേലിയയിലെത്തി ഓസ്ട്രേലിയ കീഴടക്കിയ കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യൻ നിരയിലേക്ക് വന്നാൽ ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മ ടീമിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ശുഭ്മൻ ഗില്ലുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രധാന താരങ്ങളില്ലാതിരുന്ന ഒരു ടെസ്റ്റ്. ഒപ്പം തന്നെ 2 പുതുമുഖ താരങ്ങൾ പ്ലേയിങ് 11ലേക്ക് വരുന്നു. ടീമിലെ പല താരങ്ങളും ഫോമിൽ ഇല്ലായ്മ ഒരു വലിയ തലവേദനയായി തന്നെ ഇന്ത്യക്ക് നിൽക്കുമ്പോഴാണ് ഒരു വലിയ വിജയം ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിലുള്ള ടീം ഇന്ത്യ എന്തായാലും പെർത്തിൽ ഒരു വലിയ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അതായത് ഓസ്ട്രേലിയയിൽ ഇന്ത്യ കളിച്ച അവസാന 4 ടെസ്റ്റിൻ്റെ ഫലവും അതും ഇന്ത്യക്ക് അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പെർത്തിൽ വിജയം സ്വന്തമാക്കിയെങ്കിൽ ഇതിനു മുൻപ് ഓസ്ട്രേലിയ ഇന്ത്യ കളിച്ച 3 ടെസ്റ്റുകൾ ഗാബയിലും സിഡ്നിയിലും മെൽബണിലുമാണ്. ഈ 3 ടെസ്റ്റുകളിലും ഇന്ത്യ വിജയം സ്വന്തമാക്കുന്നു. അങ്ങനെ അവസാനം ഓസ്ട്രേലിയയിൽ കളിച്ച 4 ടെസ്റ്റിലും വിജയം സ്വന്തമാക്കുന്ന ഒരു ടീമായി ഇന്ത്യ മാറിയിരിക്കുന്നു. ഇന്ത്യൻ ടീമിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇക്കഴിഞ്ഞ ന്യൂസിലൻഡിനെതിരെയുള്ള പരമ്പര നമ്മൾ കണ്ടതാണ്. പൂർണ്ണമായും എല്ലാ മത്സരത്തിലും തോറ്റ് വളരെ വലിയൊരു നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയ ഒരു ടീമായിരുന്നു ഇന്ത്യ. അവിടെ നിന്നാണ് ഓസ്ട്രേലിയയെ അവരുടെ മണ്ണിലെത്തി തോൽപ്പിച്ചുകൊണ്ട് ജസ്പ്രീത് ബുംറയും സംഘവും ഒരു വലിയ തിരിച്ചുവരവ് തന്നെ നടത്തിയിരിക്കുന്നത്. വീണ, ഓക്കെ, ശരി നിഖിൽ. പാലക്കാട് 10,000-ഓളം വോട്ടുകൾ UDF-ന് നൽകിയെന്ന് SDPIയുടെ സ്ഥിരീകരണം. SDPI ജില്ലാ സെക്രട്ടറി സഹീർ ചാലപ്പുറം വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ SDPI വോട്ടുകൾ നിർണായകമായിട്ടുണ്ട്. UDF നേതൃത്വവുമായി ചർച്ചകൾ നടന്നിരുന്നുവെന്നും SDPI വ്യക്തമാക്കി. പാലക്കാട് മണ്ഡലത്തിലെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണോ അവിടെ മുൻതൂക്കമുള്ളത് അവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനുള്ളൊരു തീരുമാനമായിരുന്നു, ആ ഒരു നിലപാടായിരുന്നു പാർട്ടി സ്വീകരിച്ചത്. പാർട്ടിയുടെ ആഹ്വാനപ്രകാരം പാലക്കാട്ടെ മതേതര വോട്ടുകൾ ഭിന്നിക്കാതെ ഏത് പാർട്ടിക്കാണോ കൂടുതൽ സ്വാധീനമുള്ളത് എന്നുള്ള നിലക്ക് UDF-ന്റെ വൻ വിജയത്തിന് കാരണമാവുകയും ചെയ്തു. 180 ബൂത്തുകളിൽ 128ഓളം ബൂത്തുകളിൽ പാർട്ടിക്ക് സ്വാധീനമുണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ.
പാലക്കാട് കോൺഗ്രസ് SDPIയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും പ്രവർത്തിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവന്ന സാഹചര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നു. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഇത് എന്താണ് അവിടെ സംഭവിച്ചതെന്നും വിജയത്തിലേക്ക് വഴിവെച്ചത് എങ്ങനെയൊക്കെയാണ് എന്നും വ്യക്തമാക്കുന്ന തെളിവുകളാണ് എന്ന് മാത്രമല്ല SDPI വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം എങ്ങനെ സംഭവിച്ചു എന്നത് സുനിശ്ചിതമായി. തീർച്ചയായിട്ടും SDPIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നു 120-ലേറെ ബൂത്തുകളിൽ തങ്ങൾക്ക് സ്വാധീനമുണ്ട്. 10,000-ഓളം വോട്ടുകൾ തങ്ങൾ കൃത്യമായി കോൺഗ്രസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് SDPIയുടെ ജില്ലാ സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം നടത്തി വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP നേരത്തെ തന്നെ ഉയർത്തിയിരുന്ന പ്രധാന ആരോപണം എന്നുള്ളത് മതതീവ്രവാദ സംഘടനകളെ ഈ തെരഞ്ഞെടുപ്പിൽ കൂട്ടുപിടിക്കുന്നു UDF എന്നുള്ളതാണ്. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ടെന്ന് പറയാൻ ഈ കോൺഗ്രസ് തയ്യാറാവുമോ UDF തയ്യാറാവുമോ എന്നൊക്കെ നിരന്തരം ചോദിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും കൃത്യമായ ഉത്തരം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്നില്ല. ഏതായാലും വിജയം കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു. ആ വിജയത്തിന് കാരണം കൃത്യമായിട്ട് തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ SDPIയെയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും എല്ലാം കൂട്ടുപിടിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് UDFിലേക്ക് എത്തിച്ചതാണ് ഇത്തരം ഒരു വിജയത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് SDPIയുടെ വാർത്താ സമ്മേളനമാണെങ്കിലും ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾക്കൊപ്പവും അതുപോലെ തന്നെ SDPIയുടെ നേതാക്കൾക്കൊപ്പവും നിൽക്കുന്ന ചിത്രങ്ങൾ ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളും പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് കൃത്യമായിട്ട് തന്നെ ഈ സംഘടനകളുമായിട്ട് ആലോചന നടത്തിയിരുന്നു. ഇവരുമായി ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക തന്നെയാണ് കോൺഗ്രസ് ചെയ്തത് എന്നുള്ളത് വ്യക്തമാവുന്ന കാര്യമായിരിക്കുകയാണ്. ഏതായാലും 40,000-ലേറെ ന്യൂനപക്ഷ വോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉള്ളത്. ആ 40,000-ലേറെ വോട്ടുകൾ ഒരു N ബ്ലോക്ക് ആയിക്കൊണ്ട് UDFിന് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ ബെൽറ്റുകളിലേക്ക് പോൾ ചെയ്ത വോട്ടും അതിനുശേഷം UDFിന് ലഭിച്ച വോട്ടും പരിശോധിക്കുമ്പോൾ അവിടുത്തെ ഭൂരിഭാഗം വോട്ടും കൃത്യമായി തന്നെ ഈ UDF സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുന്നതാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാണാനും കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ ഏതായാലും SDPI തന്നെ പറയുന്നു തങ്ങൾ ഈ ഒരു UDFുമായി ചർച്ചകളും മറ്റും നടത്തിയിട്ടുണ്ട്. UDFിന്റെ വിജയത്തിന് വേണ്ടി തങ്ങൾ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് 120ഓളം മണ്ഡലങ്ങളിൽ 120ഓളം ബൂത്തുകളിൽ സ്വാധീനമുണ്ട്. 10,000-ഓളം വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് മേടിച്ചു കൊടുക്കാൻ തങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് SDPI ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തി അവരുടെ അവകാശവാദമായിട്ട് ഉന്നയിച്ചത്. UDF ഏതായാലും SDPI എന്നുള്ള സംഘടനയുടെ ഉൾപ്പെടെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയത് എന്നുള്ളത് ഈ SDPIയുടെ വാർത്താ സമ്മേളനത്തോടുകൂടെ വ്യക്തമാവുകയാണ്. നേരത്തെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടുകൾ എണ്ണുന്ന സമയത്ത് മുന്നിട്ട് നിന്ന സമയത്തും SDPI ആണ് പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് ആദ്യം ആഹ്ലാദ പ്രകടനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് തങ്ങൾ വർഗീയതയ്ക്കെതിരെയാണ് പോരാട്ടം, ഒരു വർഗീയ സംഘടനയുടെയും വോട്ട് തങ്ങൾക്ക് വേണ്ട എന്നൊക്കെ ആയിരുന്നു കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി പല നേതാക്കളും പറഞ്ഞിരുന്നില്ല, സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞിരുന്നില്ല. ഇപ്പോഴേതായാലും കൃത്യമായിട്ട് തന്നെ ഈ SDPIയുമായും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായും കൃത്യമായ ഒരു യോഗം ഇവർ നടത്തിയിരുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇത്തരം ഈ സംഘടനകൾക്ക് കൂടെ ചേർന്നുകൊണ്ടാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. മാത്രമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം എന്നുള്ളത് ഈ SDPI നേതാക്കൾ പള്ളികൾ കേന്ദ്രീകരിച്ച് വിതരണം ചെയ്ത ലഘുലേഖ, ആ ലഘുലേഖ പിടിച്ചു നിൽക്കുമ്പോൾ ആ ലഘുലേഖ പിടിച്ചു നിൽക്കുന്ന ആളുകൾക്കൊപ്പമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നതായി നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അതേതായാലും ഈ പള്ളികൾ കേന്ദ്രീകരിച്ച് ഈ ലഘുലേഖ വിതരണം നടത്തിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് അടിച്ചു നൽകിയ ലഘുലേഖയാണ് SDPI ഇത്തരത്തിൽ പള്ളികളിലും ന്യൂനപക്ഷ വീടുകളിലും ഒക്കെ കൊണ്ടു നൽകിയത് എന്നുള്ളതായിരുന്നു നേരത്തെ BJPയും CPM ഒക്കെ ആരോപണം ഉന്നയിച്ചത്. ഏതായാലും അത്തരം ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ കൂടെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്.
പറയുന്നത്. ഏതായാലും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം ലഭിച്ചുവെങ്കിലും ആ വിജയം കൃത്യമായൊരു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞതിലൂടെയാണ് എന്നുള്ളത് കൂടുതൽ അടിവരയിട്ട് ഉറപ്പിക്കാവുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ വളരെ ശ്രദ്ധേയമായ കാര്യം SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണയോടുകൂടെ തന്നെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിൽ പലതരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് SDPIയുടെ അവകാശവാദമാണെങ്കിലും ഈ ചിത്രങ്ങളാണെങ്കിലും. ശരി അരുൺ, അത് നിഷേധിച്ചാൽ ഇനി നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. ആര് വോട്ട് തന്നാലും സ്വീകരിക്കുമെന്ന് പറഞ്ഞതിനപ്പുറത്തേക്ക് ചർച്ചകളും ധാരണകളും ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകളും വാർത്താസമ്മേളനവുമെല്ലാം. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് സാവകാശം അനുവദിക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലെ സംഭാൽ സംഘർഷത്തിൽ മരണം 4ആയി, 25 പേർ അറസ്റ്റിലായി. ഷാഹി ജുമാ മസ്ജിദിൽ നടന്ന സർവേ നടപടികൾക്കിടെ ജനക്കൂട്ടം അഭിഭാഷക കമ്മീഷന് നേരെ കല്ലെറിയുകയായിരുന്നു. അക്രമങ്ങളിൽ നടപടി ശക്തമാക്കി പോലീസ്. പ്രദേശത്ത് ഇന്റർനെറ്റ് അടക്കം വിച്ഛേദിച്ച് സേനാ വിന്യാസവും വർദ്ധിപ്പിച്ചു. അഭിഭാഷക കമ്മീഷനും പോലീസിനും നേരെ കല്ലെറിഞ്ഞ പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാർ നിർദ്ദേശം. സംഫാലിൽ നിരോധനാജ്ഞ തുടരുകയാണ്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. കൂടുതൽ സായുധ പോലീസിനെയും ദ്രുതകർമ്മസേനയും പ്രദേശത്ത് വിന്യസിച്ചു. പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. കോടതി ഉത്തരവ് പ്രകാരം സർവേ നടപടികൾക്ക് ഷാഹി ജുമാ മസ്ജിദിലെത്തിയ അഭിഭാഷക കമ്മീഷനും ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമം നടത്തിയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ഇതിനു പുറമെ ഇന്നലെയുണ്ടായ അക്രമങ്ങൾ സംബന്ധിച്ച് മജിസ്ട്രീരിയൽ അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടു. ये न्यायपालिका के आधार पर वहाँ पर सर्वे चल रहा था. जो भी घटना हुई है वो दुखद है और पूरी घटना की जांच होगी और निष्पक्ष कार्रवाई होगी. 20 लोग गिरफ्तार किए गए हैं. निष्पक्ष कार्रवाई होगी. സമാനതകളില്ലാത്ത അക്രമങ്ങളാണ് ഇന്നലെ സംഭാലിൽ നടന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം സർവേ നടപടികൾക്കായി ഷാഹി ജുമാ മസ്ജിദിലെത്തിയ അഭിഭാഷക കമ്മീഷനും ഉദ്യോഗസ്ഥർക്കും നേരെ ആദ്യം അക്രമികൾ കല്ലെറിഞ്ഞു. പിന്നീട് പ്രദേശത്ത് 2000-ഓളം അക്രമികൾ വിവിധ ഗ്രൂപ്പുകളായി തമ്പടിച്ച് പോലീസിന് നേരെ കല്ലെറിയുകയും വെടിയുതിർക്കുകയും ചെയ്തു. പോലീസ് PRO, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അടക്കം 20ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത്. അക്രമികളെ പിരിച്ചുവിടാൻ പോലീസിനും തോക്ക് ഉപയോഗിക്കേണ്ടി വന്നു. പ്ലാസ്റ്റിക് വെടിയുണ്ടകളും കണ്ണീർ വാതകവും ഉപയോഗിച്ച് അക്രമികളെ തുരത്തിയെങ്കിലും മറ്റൊരു സംഘം ഹിന്ദു വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും തീയിട്ടു. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചേർന്ന് ഏകപക്ഷീയമായ അക്രമമായിരുന്നു സംഭാലിൽ നടത്തിയത്. അതേസമയം 2 ദിവസം നീണ്ടുനിന്ന സർവേ നടപടികൾ പൂർത്തിയാക്കിയെന്നും 29-ന് കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്നും അഭിഭാഷക കമ്മീഷൻ വ്യക്തമാക്കി. മുഗൾ ഭരണകാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രത്തിന് മുകളിലാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകനായ ഹരിശങ്കർ ജെയിനാണ് കോടതിയെ സമീപിച്ചത്. ജനം, ഡൽഹി. ആൻഡമാൻ കടലിൽ മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 5 ടണ്ണോളം ലഹരി മരുന്ന് പിടികൂടി. നിരോധിത രാസലഹരി മരുന്നായ മെത്താഫെറ്റാമിനാണ് പിടികൂടിയത്. ബോട്ടിലുണ്ടായിരുന്ന 6 മ്യാൻമർ സ്വദേശികളെയും കസ്റ്റഡിയിലെടുത്തു. തീരസംരക്ഷണ സേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയാണിതെന്നും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. 2 കിലോ വീതമുള്ള 3000-ഓളം പാക്കറ്റുകളിലായാണ് ലഹരി മരുന്ന് സൂക്ഷിച്ചിരുന്നത്. സംഭവത്തിൽ വിവിധ ഏജൻസികൾ വിശദാന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം നെടുമങ്ങാട്ട് പോലീസുകാർക്ക് നേരെയുണ്ടായ ഗുണ്ട ആക്രമണത്തിൽ 12 പേർ അറസ്റ്റിലായി. കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ സ്റ്റാമ്പർ അനീഷ് ഉൾപ്പെടെയുള്ള സംഘമാണ് അറസ്റ്റിലായത്. നിരോധനം ലംഘിച്ച് ഗുണ്ടകളെ അണിനിരത്തി നടത്തിയ ബർത്ത്ഡേ പാർട്ടി തടയാനെത്തിയ പോലീസുകാരെയാണ് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ SHO അടക്കമുള്ള പോലീസുകാർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 10:30 സംഭവം. ഗുണ്ടാ സംഘങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ജന്മദിനാഘോഷം തടയാനെത്തിയ പോലീസുകാർക്കാണ് മർദ്ദനമേറ്റത്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ സ്റ്റാമ്പർ അനീഷ് തലസ്ഥാനത്തെ ഗുണ്ടകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജന്മദിനാഘോഷം നടത്താൻ നിശ്ചയിച്ച വിവരം പോലീസ് ഇടപെട്ട് തടഞ്ഞു. ഇത് കൂട്ടാക്കാതെ 20-ലധികം ഗുണ്ടകളെ ഉൾപ്പെടുത്തി പിറന്നാളാഘോഷം സംഘടിപ്പിച്ചു. ഇതറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി. തുടർന്ന് പോലീസും ഗുണ്ടാ സംഘങ്ങളുമായി വാക്കേറ്റമുണ്ടാവുകയും ഗുണ്ടാ സംഘങ്ങൾ ചേർന്ന് പോലീസുകാരെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയും ചെയ്തു. നെടുമങ്ങാട് SHO രാജേഷ് കുമാർ അടക്കമുള്ള പോലീസുകാർക്ക് മർദ്ദനമേറ്റു. ഏറെ നേരത്തെ സംഘർഷത്തിനൊടുവിൽ സ്റ്റാമ്പർ രാജേഷ് ഉൾപ്പെടെയുള്ള സംഘത്തെ പോലീസ് കീഴ്പ്പെടുത്തി. കേസിൽ ഇതുവരെ 12 പ്രതികളെ അറസ്റ്റ് ചെയ്തു. കൊലപാതക ശ്രമം, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, പോലീസ് വാഹനം തടയൽ എന്നീ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു. കേസിൽ സ്ത്രീകളടക്കമുള്ള കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മർദ്ദനത്തിൽ പരിക്കേറ്റ പോലീസുകാർ ആശുപത്രിയിൽ ചികിത്സ തേടി. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. കണ്ണൂർ വളപട്ടണം മന്നയിൽ ഓഫീസിന് സമീപം വീടിന്റെ ജനൽ തകർത്ത് വൻ കവർച്ച. 1 കോടി രൂപയും 300 പവൻ സ്വർണ്ണാഭരണവും കവർന്നതായി വീട്ടുകാർ വളപട്ടണം പോലീസിൽ പരാതി നൽകി. അതേസമയം കവർച്ചാ സംഘം വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറി രക്ഷപ്പെട്ടതായാണ് വിവരം.
അരിമൊത്ത വ്യാപാരിയായ അഷ്റഫ് ട്രേഡേഴ്സിന്റെ ഉടമ KP അഷ്റഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഈ മാസം 19-ന് വീട് പൂട്ടി മധുരയിൽ കല്യാണത്തിന് പോയ അഷ്റഫും കുടുംബവും ഇന്നലെ രാത്രിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോഴാണ് കവർച്ച നടന്നതായി അറിഞ്ഞത്. ബുധനാഴ്ച പുലർച്ചെ മോഷണം നടന്നതായാണ് പോലീസ് നിഗമനം. CCTV ദൃശ്യങ്ങളിൽ 2 അംഗ സംഘമാണ് കവർച്ച നടത്തിയെന്ന ദൃശ്യങ്ങളും ലഭിച്ചതായി സൂചനയുണ്ട്. അവർ ഇന്നലെയാണ് മധുരയിൽ നിന്ന് വന്നത്, രാത്രി 9:15 മണിക്ക്. അപ്പോൾ ഇത് വീട് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ വളരെ സ്വർണവും പൈസ എല്ലാം പോയിട്ട് കാണുന്നുണ്ട്. ഏകദേശം നമ്മളെ കണക്ക് പ്രകാരം ഏകദേശം 1 കോടിക്ക് അടുപ്പിച്ചിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല, ഇതിന് അക്കൗണ്ട് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റും. കാരണം ബാങ്കിലടക്കാൻ വെച്ച പൈസയാണ്. അപ്പോൾ അതിനകത്ത് സ്വർണം ഏതുണ്ട്, അവരെ മകളതും പിന്നെ മകൻ്റെ ഭാര്യൻ്റെത് അതല്ല. കാരണം ഇവിടെ ലോക്കറിലുണ്ട്, ഇവിടെ വെക്കില്ല. പിന്നെ പെങ്ങളത്. അപ്പോൾ ലോക്കർ ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വെക്കുന്നു. അതിപ്പം പറയാൻ കഴിയില്ല. പക്ഷേ എല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മളെ ലോക്കറുള്ള സ്ഥലം വരെ അവർക്ക് മനസ്സിലായിന്. കാരണം അത്ര അത് ഇതുണ്ട്, അത് 2 അലമാരിലുണ്ട്. ഓരോ അലമാരിൽ വെച്ച് അത് പൂട്ടി, ചാവി വേറൊരു അലമാരിൽ വെച്ചിട്ട് അത് പൂട്ടിയിട്ടാണ് അവർ പോയത്. അതേസമയം അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കുമെന്ന് റൂറൽ SP അനുജ് പരിവാൾ വ്യക്തമാക്കി. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടിയെടുക്കും. അടുക്കള വശത്തെ ജനലിന്റെ ഇരുമ്പഴി മുറിച്ചുമാറ്റിയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. കിടപ്പുമുറിയിലെ ലോക്കർ തകർത്തായിരുന്നു കവർച്ച. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കവർച്ചാ സംഘം രക്ഷപ്പെട്ടത് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വഴിയാണെന്നാണ് പോലീസ് നിഗമനം. കവർച്ച നടന്ന വീട്ടിൽ നിന്ന് മണം പിടിച്ച പോലീസ് നായ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി നിന്നു. ജനം, കണ്ണൂർ. 4 പേരുടെ ജീവൻ അപഹരിച്ച കുസാറ്റ് ദുരന്തത്തിന് 1 വർഷം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ടെക് ഫെസ്റ്റിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലുമായിരുന്നു 4 പേർ മരിച്ചത്. കഴിഞ്ഞ നവംബർ 25-നായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം. സംഭവത്തിൽ സർവകലാശാലയുടെ വീഴ്ച ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു പോലീസ് റിപ്പോർട്ട്. അപകടം നടന്ന ഓഡിറ്റോറിയം ഇപ്പോഴും തുറന്നിട്ടില്ല. കുസാറ്റിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ദീഷ്ണ ടെക് ഫെസ്റ്റിന്റെ ഭാഗമായി സംഗീത പരിപാടി തുടങ്ങുന്നതിന് മുമ്പുള്ള തിക്കിലും തിരക്കിലും പെട്ടായിരുന്നു 3 വിദ്യാർത്ഥികളടക്കം 4 പേർ മരിച്ചത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിലും കുസാറ്റിന്റെ നേതൃത്വത്തിലുമെല്ലാം സമിതികൾ രൂപീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. സ്റ്റേഡിയം നിർമ്മാണത്തിലെ അപാകതയും തിരക്ക് നിയന്ത്രിക്കാൻ മതിയായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതിലുണ്ടായ വീഴ്ചയും റിപ്പോർട്ടിലുണ്ടായിരുന്നു. കുസാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരിൽ വിരലിലെണ്ണാവുന്നവരെ മാത്രമായിരുന്നു ഡ്യൂട്ടിക്ക് അന്ന് നിയോഗിച്ചിരുന്നത്. സർക്കാർ നിയോഗിച്ച ടെക്നിക്കൽ കമ്മിറ്റിയും കുസാറ്റ് നിയോഗിച്ച കമ്മിറ്റിയും ഓഡിറ്റോറിയത്തിന് വരുത്തേണ്ട മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2023 നവംബർ 25 വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിന് ശേഷം അടച്ചിട്ടിരിക്കുന്ന ഓഡിറ്റോറിയം ടെക്നിക്കൽ കമ്മിറ്റി നിർദ്ദേശങ്ങൾക്കനുസൃതമായി മാറ്റങ്ങൾ വരുത്തി തുറന്നുകൊടുക്കും. ജനം, കൊച്ചി. പത്തനംതിട്ട തിരുവല്ല മുത്തൂരിൽ മരം മുറിക്കാൻ റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. മരംവെട്ട് കരാറുകാരൻ തിരുവല്ല കവിയൂർ സ്വദേശി PK രാജനാണ് അറസ്റ്റിലായത്. ആവശ്യമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളില്ലാതെയാണ് റോഡിന് കുറുകെ കയർ കെട്ടിയതെന്ന് പോലീസ് പറഞ്ഞു. കരാറുകാരൻ PK രാജൻ ഉൾപ്പെടെ 6 പേരെയാണ് പോലീസ് ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. ഇവരിൽ രാജന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തിയാണ് കേസ്. അപകടമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് പ്രതികൾ പ്രവർത്തിച്ചുവെന്ന് FIR-ൽ പറയുന്നു. അലക്ഷ്യമായി റോഡിന് കുറുകെ പ്ലാസ്റ്റിക് കയർ കെട്ടിയെന്നും മതിയായ സുരക്ഷ ഒരുക്കിയില്ലെന്നും FIR-ലുണ്ട്. ഭാരതീയ ന്യായ സംഹിത 105, 125 എന്നീ വകുപ്പുകൾ ചേർത്താണ് FIR. തിരക്കുള്ള റോഡിൽ വാഹനങ്ങൾ നിയന്ത്രിച്ചു നിർത്തുന്നതിനോ തടയുന്നതിനോ ആവശ്യമായ യാതൊരു ക്രമീകരണവും ചെയ്തിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു. മരം വെട്ടുന്ന പങ്കുണ്ടാവണമെന്നില്ല. കാരണം മരം ഉണ്ടെന്നാണ് ആ സമയത്ത് മരം വെട്ടുകയില്ല. പക്ഷെ ഈ കയർ കെട്ടുന്ന ആൾക്ക് അയാൾ പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. ആ കോൺട്രാക്ടർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ മിനിമം അവിടെ ഒരു മരം മുറിവ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ കയർ കെട്ടിയിട്ട് അതിനകത്ത് ചുമം അല്ലെങ്കിൽ റിബൺ കെട്ടുകയും മാത്രമല്ല കുറച്ച് കോഡ് നിരത്തി വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പ് കിട്ടും. മാത്രമല്ല അവിടെ ഒരു മിനിമം ഒരു റെഡ് ഫ്ലാഗുമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതും ഒരു മുന്നറിയിപ്പാണ്. ഇതൊന്നും ഇവർ ചെയ്തില്ല. കോൺ വെച്ചിട്ടില്ല, റെഡ് ഫ്ലാഗ് നിന്നിട്ടില്ല. ആ കയറിനകത്ത് പോലും ഒരു ചുവന്ന ഒരു ക്ലോത്ത് പോലും കിട്ടിയിട്ടില്ല. മുത്തൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ ആലപ്പുഴ തകഴി സ്വദേശി സെയ്ദാണ് ഇന്നലെ മരിച്ചത്. അപകടത്തിൽ സെയ്ദിന്റെ ഭാര്യയ്ക്കും മകൾക്കും പരിക്കേറ്റു. സെയ്ദും ഭാര്യയും മക്കളും ഇരുചക്ര വാഹനത്തിൽ വരുമ്പോൾ മരം മുറിക്കുന്നതിനായി റോഡിന് കുറുകെ കെട്ടിയ കയർ കഴുത്തിൽ കുരുങ്ങി അപകടമുണ്ടാകുകയായിരുന്നു. നിലത്തു വീണ സെയ്ദിന്റെ തല നിലത്തിടിച്ചു. തുടർന്ന് മരണം സംഭവിക്കുകയായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ജനം, പത്തനംതിട്ട. തിരുവനന്തപുരം മാർനല്ലൂരിൽ അങ്കണവാടിയിൽ വെച്ച് 3 വയസ്സുകാരി വീണ സംഭവത്തിൽ അധ്യാപികയ്ക്കും ഹെൽപ്പർക്കും സസ്പെൻഷൻ.
മാർനല്ലൂർ 8ാം വാർഡ് അങ്കണവാടിയിലെ അധ്യാപിക ശുഭലക്ഷ്മി, ഹെൽപ്പർ ലത എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 3 വയസ്സുകാരി വൈഗ അംഗനവാടിയിൽ വീണത്. ജനലിൽ നിന്ന് വീണതായാണ് നിഗമനം. കുട്ടി വീണത് അംഗനവാടി അധികൃതർ മറച്ചുവെച്ചുവെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. വീട്ടിലെത്തി കുട്ടി ഛർദ്ദിക്കുകയും വേദന അറിയിച്ചതോടെയുമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മാത്രമല്ല, വൈഗയുടെ ഇരട്ട സഹോദരനും കുട്ടി വീണ കാര്യം വീട്ടുകാരെ അറിയിച്ചു. അംഗനവാടിയിൽ വിവരം അന്വേഷിച്ചപ്പോൾ സംഭവം അറിയിക്കാൻ മറന്നുവെന്നായിരുന്നു അധ്യാപികയുടെ മറുപടി. അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് ബാലാവകാശ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ. മാത്രമല്ല, കുട്ടി ചെറിയ കസേരയിൽ നിന്ന് വീണതാണെന്ന കളവ് മൊഴിയും അധ്യാപിക നൽകിയിരുന്നു. എന്നാൽ ഉയരങ്ങളിൽ നിന്ന് വീണാൽ മാത്രമാണ് ഗുരുതര പരിക്ക് സംഭവിക്കുകയെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. വിവരം രക്ഷിതാക്കളെ അറിയിക്കുന്നതിലുൾപ്പെടെ വീഴ്ച സംഭവിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മാറനല്ലൂർ 8ാം വാർഡ് അംഗനവാടിയിലെ അധ്യാപിക ശുഭലക്ഷ്മി, ഹെൽപ്പർ ലത എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ജനം, തിരുവനന്തപുരം. യോഗിനി മാതാ സേവാ കേന്ദ്രത്തിന്റെയും തൃശൂർ ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശിവയോഗിനി ബാലാശ്രമത്തിൽ നടത്തിയ ക്യാമ്പിൽ 100 കണക്കിന് പേരാണ് പങ്കെടുത്തത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.